നമസ്കാരം. ഐശ്വര്യ അഭിവൃദ്ധിക്ക് ഗണപതി ഹോമം. നമ്മൾ സാധാരണയായിട്ട് ഗണപതി ഹോമം ഏത് സംരംഭം തുടങ്ങുമ്പോഴും, ഏത് പൂജ ചെയ്യുമ്പോഴും, ഏത് പരിഹാരം ചെയ്യുമ്പോഴും, ക്ഷേത്രത്തിലാണെങ്കിലും ഗണപതി ഹോമം നമ്മൾ ചെയ്യും. ഗണപതി ഹോമം തന്നെ പല വിധത്തിലുണ്ട്, പല തരത്തിലുള്ള ഗണപതി ഹോമങ്ങളുണ്ട്. ചെറിയ തോതിലും ചെയ്യാം, മഹാഗണപതി ഹോമവും ചെയ്യാം. ഏത് കാര്യത്തിനും മുൻപിൽ നമ്മൾ വിഘ്നങ്ങൾ മാറാനാണ് നമ്മൾ ഗണപതി ഹോമം ചെയ്യുന്നത്. നമ്മുടെ ഐശ്വര്യാഭിവൃദ്ധിക്ക് ഗണപതി ഹോമം ചെയ്യുന്നത് നല്ലതാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഗ്രഹത്തിൽ നമ്മളൊരു ഗണപതി ഹോമം ചെയ്യുക. അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും പേരും നാളും പറഞ്ഞ് ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക. ഇല്ലെങ്കിൽ ഓരോരുത്തരുടെയും പിറന്നാളിന്റെ ദിവസമോ പക്കപ്പിറന്നാളിന്റെ ദിവസമോ നമുക്ക് ഗണപതി ഹോമം ചെയ്യാം. ത്രയംബകം ചൊല്ലി, കറുക് ഉപയോഗിച്ച്, അശ്വാരൂഢം ചൊല്ലി, മുക്കുറ്റി ഉപയോഗിച്ച് ഗണപതി ഹോമം നടത്തിയാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് നടക്കും. അപ്പൊ ഈ രീതിയിലുള്ള ഗണപതി ഹോമങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ഒരു കാര്യം ഉദ്ദേശിച്ചോ നടക്കുന്നില്ല എങ്കിൽ ഒരു പരികർമ്മിയോ അല്ലെങ്കിൽ ഒരു കർമ്മിയെ വിളിച്ച് വീട്ടിലിരുത്തിയിട്ട് ഈ പറയുന്ന രീതിയിലുള്ള ത്രയംബകം ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ അശ്വാരൂഢം ചൊല്ലി മുക്കുറ്റി ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് ഗണപതി ഹോമം നടത്താം. അതുപോലെ തന്നെ ത്രൈലോക്യ മോഹന ഗണപതി മന്ത്രം അതിവിശിഷ്ടമാണ്. ത്രൈലോക്യ മോഹന ഗണപതി മന്ത്രം സകലജന വശ്യമാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു തൊഴിൽ കിട്ടാൻ ആഗ്രഹിച്ചിട്ട് തൊഴിൽ കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ത്രൈലോക്യ മോഹന ഗണപതി മന്ത്രം ഉപയോഗിച്ച് ഹോമം ചെയ്ത് നമുക്ക് ആ തൊഴിലിലുള്ള തടസ്സം മാറ്റിയെടുക്കാൻ പറ്റും. അശ്വാരൂഢ യന്ത്രം എഴുതി കൊടുക്കുന്നത് അത് നല്ലതാണ്, എഴുതി കെട്ടുന്നതും ഒക്കെ നല്ലതാണ്. അപ്പോൾ നല്ലൊരു കർമ്മിയെ കൊണ്ട് അശ്വാരൂഢ യന്ത്രം എഴുതി നമ്മൾ ശരീരത്തിൽ രക്ഷയായിട്ട് ധരിക്കുന്നത് നമ്മുടെ തടസ്സങ്ങൾ മാറാനും ഒക്കെ നല്ലതാണ്. നല്ലൊരു താന്ത്രികനെ കൊണ്ടായിരിക്കണം ചെയ്യുന്നതെന്ന് മാത്രം.